രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മിന്നും ജയം. യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. സ്വതന്ത്രനായി മത്സരിച്ച പി.വി. അൻവർ 19,760 വോട്ട് നേടി കരുത്ത് തെളിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. പി.ടി.എ പ്രസിഡന്റ് പി.ടി. സുശാന്തിന് നേരെ ആക്രമണം. ജനങ്ങളെ ദുരിതത്തിലാക്കി കൊടകര വെള്ളിക്കുളങ്ങര റോഡ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ് പരിപാലിക്കുന്നതിൽ അധികൃതർ നിരന്തരം വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം. പാർലിക്കാട് പട്ടിച്ചിറക്കാവ് ക്ഷേത്രക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. തെക്കുംകര സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ യുവാവിനെ കാണാതായി. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. അന്തിക്കാട് പഞ്ചായത്തിലെ 5-6 വാർഡുകളിലെ വെള്ളക്കെട്ടിന് ശമനമായില്ല. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മിന്നും ജയം. യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എൽ.ഡി.എഫിലെ എം സ്വരാജിനെ 11,077 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. സ്വതന്ത്രനായി മത്സരിച്ച പി.വി. അൻവർ 19,760 വോട്ട് നേടി കരുത്തു തെളിയിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപേയുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ അംഗത്തിൽ യു.ഡി.എഫ് നേടിയത് തിളക്കമാർന്ന വിജയം. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ലീഡ് നേടിയായിരുന്നു ആര്യാടൻ ഷൌക്കത്തിന്റെ മുന്നേറ്റം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഷൌക്കത്തിനായിരുന്നു ലീഡ്. എം സ്വരാജിന്റെയും ഡി.സി.സി പ്രസിഡന്റ് വി.എസ്. ജോയിയുടെയും പഞ്ചായത്തായ പോത്തുകല്ലും യു.ഡി.എഫ് മുന്നേറ്റമുണ്ടാക്കി. വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ആര്യാടൻ ഷൌക്കത്തിനാണ് ലീഡ്. കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് സ്വരാജ് മുന്നിൽ കയറിയത്. ഷൌക്കത്ത് 77,737 വോട്ട് നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ അക്കൗണ്ടിൽ വന്നത് 66,660 വോട്ടുകൾ. 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ മകൻ ആര്യാടൻ ഷൌക്കത്ത് അങ്ങനെ എം.എൽ.എ. പദവിയിലെത്തി. പി.വി. അൻവർ എന്ത് ചലനമുണ്ടാക്കുമെന്നായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ആകാംക്ഷ. സ്വതന്ത്രനായി കത്രിക ചിഹ്നത്തിൽ അംഗത്തിനിറങ്ങിയ അൻവർ 19,760 വോട്ട് നേടി രാഷ്ട്രീയ കരുത്തുകാട്ടി. ബി.ജെ.പിയുടെ പ്രകടനം ദയനീയമായിരുന്നു. സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് നേടാനായത് 8,648 വോട്ട് മാത്രം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ യു.ഡി.എഫിന് കരുത്തു നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. CPM-ലാകട്ടെ ഇനി ആത്മപരിശോധനയുടെ കാലമാണ്. മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞ് എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ പി.വി. അൻവറിന് മുന്നിൽ യു.ഡി.എഫ് ഇനി വാതിൽ തുറക്കുമോ എന്നതും കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് TCV. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ ഡി.സി.സി ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ ഡി.സി.സി പ്രസിഡന്റ് എം.പി. വിൻസെന്റ്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തെ തുടർന്ന് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. നേതാക്കളായ കെ.എം. ബാബുരാജ്, സുധൻ കാറയിൽ, രാജു തളിയപ്പറമ്പിൽ, ഷാജു കളിയങ്കര, കെ.ജെ. ജോജു, രജനി സുധാകരൻ, രതി ബാബു, വർഗീസ് തെക്കേത്തല, സതി സുധീർ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ യു.ഡി.എഫ് പ്രവർത്തകർ ചാവക്കാട് ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. യു.ഡി.എഫ് നിയോജകമണ്ഡലം കൺവീനർ കെ.വി. ഷാനവാസ്, തോമസ് ചിറമൽ, ഫൈസൽ കാനാമ്പുള്ളി, കെ.വി. സത്താർ, യൂസഫ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ പി.ടി.എ പ്രസിഡന്റ് പി.ടി. സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായ് മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യപിച്ചിരുന്നതായി സുശാന്തും പി.ടി.എ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കിണർ ശുചീകരണം നടത്തുവാൻ സ്കൂളിൽ പി.ടി.എ അംഗങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു സുശാന്ത്. ഈ സമയം സ്കൂളിലെത്തിയ പ്രമോദ് സുശാന്തിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കയ്യിലിരുന്ന സ്റ്റീൽ വള ഉപയോഗിച്ച് മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പ്രമോദിന്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം പി.ടി.എ പ്രസിഡന്റാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം.
അതേസമയം സുശാന്തിന്റെ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലും ശുചീകരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി സുശാന്ത് മുഴുവൻ സമയവും സ്കൂളിലുണ്ടായിരുന്നു. പരിക്കുപറ്റിയ സുശാന്ത് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ SMC ചെയർമാൻ NBT അംഗങ്ങളെല്ലാം കൂടെ ഞങ്ങളോട് കാത്തു നിൽക്കുന്ന സമയത്താണ് ഈ കക്ഷി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയും തെറി വിളിക്കുകയും കയ്യിൽ വളവൂരി എന്നെ മുഖത്തിരിക്കുകയും ചെയ്തത്. വീട്ടുകാരെ മൊത്തം ആൾസദ്യം വിളിക്കുകയും PTA ആണ് അവിടെ ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഭക്ഷ്യവിഷബാധയുടെ കാരണം PTA ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിച്ചത്. ഇതിനു മുന്നേ തന്നെ ഈ ഇതുണ്ടായ സമയത്ത് എന്നെ ഫോൺ വിളിച്ച് അനാവശ്യം വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താ നമ്മളാരും ഇതല്ല, ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാതെ വന്നിട്ട് ആക്രമിക്കാനുണ്ടായത്. എരുമപ്പെട്ടി പോലീസിൽ സുശാന്ത് പരാതി നൽകിയിട്ടുണ്ട്. PTA പ്രസിഡന്റിനെ ആക്രമിച്ച സംഭവത്തിൽ PTA അംഗങ്ങൾ പ്രതിഷേധമറിയിച്ചു. ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന് SMC ചെയർമാൻ AU മനാഫ് ആവശ്യപ്പെട്ടു. സുശാന്തിനെ അസഭ്യം പറയുകയുണ്ടായി. അവനെ കോളറിന് പിടിച്ച് തള്ളി വള പോലെ സാധനം കൊണ്ട് പിടിച്ചു. ഇതില് PTA ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ജനങ്ങളെ ദുരിതത്തിലാക്കി കൊടകര വെള്ളിക്കുളങ്ങര റോഡ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഈ റോഡ് പരിപാലിക്കുന്നതിൽ അധികൃതർ നിരന്തരം വീഴ്ച വരുത്തുകയാണ്. ആറേശ്വരം മലയിൽ നിന്ന് റോഡിലേക്ക് വെള്ളമൊഴുകിയെത്തുന്നതാണ് യാത്രക്കാരെയും പ്രദേശവാസികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നത്. മഴക്കാലമായതോടെ മലയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം റോഡിലും വീടുകളിലും വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നു. റോഡരികിലെ കാന യഥാസമയം വൃത്തിയാക്കാത്തതാണ് ഈ ദുരിതത്തിന് കാരണം. കാനകൾ നികന്നുകിടക്കുന്നതിനാൽ മലയിൽ നിന്നെത്തുന്ന വെള്ളം വീടുകളിലേക്ക് ഒഴുകുകയാണ്. കോടശ്ശേരി മലയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് ഈ തോട് വൃത്തിയാക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ വെള്ളം ഇങ്ങോട്ട് അധികം കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഒരു ഹമ്പ് പോലെ കെട്ടി. പക്ഷേ PWDക്കാർ അവിടെ ഒരു ചെറിയ തോട് പോലും ശരിയാക്കി തന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് നിവൃത്തിയായിട്ടില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഇനി ഇതിലും കുഴിയാവും. ഇവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ വണ്ടി എടുക്കാൻ തന്നെ പറ്റാറില്ല. ആ ഒരു അവസ്ഥയാണ്. പിന്നെ വെള്ളം ഇങ്ങനെ തെറിച്ച് മതിലെപ്പോഴും ഇടിയാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇത്തുപാടം അടിവാരം ഭാഗത്ത് റോഡരികിൽ KSEBയുടെ പോസ്റ്റുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും കൂട്ടിയിട്ടിരിക്കുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ കോടശ്ശേരി മലയിലും ആറേശ്വരം മലയിൽ നിന്നും കുത്തിയൊഴിച്ചു വരുന്ന വെള്ളത്തിന്റെ സുഗമമായ പോക്കിന് വലിയ രീതിയിലുള്ള വിലങ്ങുതടിയിടുന്ന രീതിയിലുള്ള മാലിന്യങ്ങളും അതേപോലെയുള്ള തടസ്സങ്ങളാണ് ഇവിടെയുള്ളത്. മൂന്നുമുറിയിൽ റോഡ് പണിക്ക് മുമ്പ് ഉണ്ടായിരുന്ന വേസ്റ്റ് മണ്ണുകൾ കൊണ്ട് അടിച്ചിട്ടിട്ട് അത് മാറ്റാതെ കിടക്കുന്നു. അങ്ങനെ പൈപ്പുകളും പോസ്റ്റുകളും മണ്ണുകളും മൺകൂരകളും ചെടികളും കാടുകളും വെട്ടാത്ത കാരണം വലിയ ദുരിതമാണ് മറ്റത്തൂരിലെ നിവാസികൾ അനുഭവിക്കുന്നത്. മൂന്നുമുറി പെട്രോൾ പമ്പ് പരിസരത്ത് മണ്ണ് കൂനയായി കൂട്ടിയിരിക്കുന്നതും അപകടത്തിന് വഴിവെക്കുന്നു. നാളുകൾക്ക് മുന്നേ ഇവിടെ കൂട്ടിയിട്ട മൺകൂനയ്ക്ക് മുകളിൽ പുല്ലു മൂടിക്കിടക്കുകയാണ്. കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ പരിസരത്ത് സ്ലാബ് നീക്കി കാന വൃത്തിയാക്കാത്തതും വെള്ളക്കെട്ടിനു കാരണമായിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. പാർലിക്കാട് പട്ടിച്ചിറക്കാവ് ക്ഷേത്രകുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. തെക്കങ്കര സ്വദേശി വലിയ വീട്ടിൽ കല്ലിപ്പറമ്പിൽ 47 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. 2 സുഹൃത്തുക്കളുമായി എത്തിയ സുനിൽ ക്ഷേത്രകുളത്തിൽ നീന്തുന്നതിനിടെ മുങ്ങി താഴുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് 1.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഓട്ടോ ഡ്രൈവറായിരുന്നു സുനിൽ. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ യുവാവിനെ കാണാതായി. കടവലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഞറയപ്പറമ്പിൽ കൊണ്ടരാം വളപ്പിൽ 48 വയസ്സുള്ള സത്യനെയാണ് കാണാതായത്. തോട്ടിലേക്ക് വീണ നാളികേരം എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സത്യൻ കാൽവഴുതി വീഴുകയായിരുന്നു. നാട്ടുകാരും കുന്നംകുളത്തു നിന്നെത്തിയ സ്കൂബ ഡൈവേഴ്സും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രദേശത്തെ മുളങ്കാടുകളും കുളവാഴയും ചണ്ടിയുമടക്കം മാലിന്യങ്ങൾ നീക്കം ചെയ്തുവെങ്കിലും ഫലമുണ്ടായില്ല. തിരച്ചിൽ വൈകിട്ട് അവസാനിപ്പിച്ചു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. 18 സെന്റിമീറ്ററാണ് തുറന്നത്. 55.83 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. AE PS സാൽവിൻ, ഓവർസിയർ PM വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. നിലവിൽ വെള്ളം കുറവായതിനാൽ വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷം കനത്തതോടെ തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം മെടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. 250ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ. അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് തീരദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത്. കാക്കാത്തിരുത്തി മുതൽ എടത്തിരുത്തി പൈനൂർ വരെയുള്ള ഭാഗങ്ങളിലായി 300ഓളം വീടുകൾ വെള്ളത്തിലാണ്.
വെള്ളക്കെട്ട് മൂലം ഉൾപ്രദേശത്തെ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി. എടത്തുരുത്തി പഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിലെ ആശ്വാസ കേന്ദ്രത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 70 കുടുംബങ്ങളിൽ നിന്നുള്ള 168 പേരാണ് കഴിയുന്നത്. കയ്പമംഗലം പഞ്ചായത്തിലെ കാക്കാതിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ 42 കുടുംബങ്ങളിൽ നിന്നുള്ള 102 പേരുമാണ് ഉള്ളത്. TCV ന്യൂസ്, കയ്പമംഗലം. അന്തിക്കാട് പഞ്ചായത്തിലെ 5-6 വാർഡുകളിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ശുചിമുറികൾ ഉപയോഗിക്കാൻ കഴിയാതെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെയും നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. അന്തിക്കാട് കോൾപ്പാട ശേഖരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാർഡുകളാണ് 5ഉം 6ഉം. ഇവിടെ നിന്നുള്ള അധിക ജലം ഒഴുക്കിക്കളയാൻ നടപടികൾ എടുക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. പാറളം, ചാഴൂർ, ചേർപ്പ്, അരിമ്പൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നുള്ള അധിക ജലം അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലൂടെ ഒഴുകി മണലൂർ താഴം കോൾപ്പടവ് വഴി ഫേസ് കനാലിലെത്തിയാണ് ഏനാമക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നത്. എന്നാൽ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നു പോകണമെങ്കിൽ കാഞ്ഞാൺകോൾ, മണലൂർ താഴം കോൾപ്പാട ശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊട്ടിക്കണം. ഇരു ബണ്ടുകളും പൊട്ടിക്കാത്തതിനാൽ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമാണ് നിലവിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇതാണ് ഈ വാർഡുകളിലെ വെള്ളക്കെട്ട് ഒഴിയാതെ നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 4, 5, 6 വാർഡുകളിൽ വളരെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കല്ലടുപടി ഭാഗത്ത് മിക്കവാറും വീടുകൾ വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കളക്ടർക്ക് അതിൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വെള്ളവും ഇവിടെ നിന്ന് മണലൂർ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ മണലൂരത്തെ ആ ബണ്ടും കാഞ്ഞങ്ങോളിലെ ബണ്ടും പൊട്ടിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പം സബ് കളക്ടറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിംഗ് നാളെ തന്നെ അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. ഇതിനെന്തായാലും ഒരു പരിഹാരം നാളെ തന്നെ ഉണ്ടാവും. പ്രശ്നം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച സബ് കളക്ടറുടെ ചേംബറിൽ 5 പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, കോൾ പാടശേഖരങ്ങളുടെ പ്രതിനിധികൾ, കൃഷി, വില്ലേജ് ഓഫീസർമാർ എന്നിവരുടെ സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ട്. 5-6 വാർഡുകളിലെ വെള്ളം കയറിയ വീടുകളും പ്രദേശങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്, വാർഡ് അംഗങ്ങളായ ലീന മനോജ്, ശരണ്യ രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, വില്ലേജ് ഓഫീസർ J ജനേഷ്, കൃഷി ഓഫീസർ ശ്വേത എന്നിവർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മേൽപ്പാലത്തിന് താഴെ നടന്ന സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റ ചാലക്കുടി സ്വദേശി മഠത്തിപ്പറമ്പിൽ രാജിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ചേർത്തല സ്വദേശി മുരുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1 മാസം മുൻപാണ് മുരുകൻ ചാലക്കുടിയിലെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ്, പ്രസിഡന്റ് സുജിത്ത് തേറമ്പത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സുജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ, ജോർജ് ആൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപരോധ സമരത്തിന് മുന്നോടിയായി ബസ് ജീവനക്കാർക്ക് നോട്ടീസ് നൽകാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി.
യുവാക്കളെ കായിക ലഹരിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള സൌഹാർദ്ദ ഫുട്ബോൾ മത്സരത്തിന്റെ ജേഴ്സി പ്രകാശനം തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, ACP NS സലീഷ്, എക്സൈസ് CI VJ ജോയ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹേന്ദ്രൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, ജോർജ് തോമസ് എന്നിവർ ചേർന്ന് ജേഴ്സിയുടെ പ്രകാശനം നിർവഹിച്ചു. ജോയിന്റ് സെക്രട്ടറി B സതീഷ്, വിവിധ ടീം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 26-ന് വൈകിട്ട് 4 മുതൽ 7 വരെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ സിറ്റി പോലീസ്, തൃശൂർ എക്സൈസ് ഡിവിഷൻ, തൃശൂർ പ്രസ് ക്ലബ്ബ്, തൃശൂർ കോർപ്പറേഷൻ തുടങ്ങിയ ടീമുകൾ മാറ്റുരയ്ക്കും. വടക്കാഞ്ചേരി ഓട്ടുപാറ സെന്ററിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. ശരീരമാസകലം രക്തമൊലിക്കുന്ന നിലയിൽ യുവാവ് സംസ്ഥാന പാതയുടെ നടുവിലേക്കിറങ്ങി തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു. പത്മശ്രീ ഭരത് മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പുലർച്ചെ 4 മണിയോടെയാണ് മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര മാനേജർ മനോജ് ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോ നൽകി സ്വീകരിച്ചു. തുടർന്ന് മീനൂട്ട്, അമ്പും വില്ലും, വെടിവഴിപാട്, അവിൽ നേദ്യം തുടങ്ങി വഴിപാടുകൾ നടത്തി. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. യോഗ ഒരു ലഹരിയാണെന്നും ശരീരവും മനസ്സും തമ്മിലുള്ള മീഡിയമാണ് യോഗയെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അറിയാ കയങ്ങൾ എന്ന പേരിൽ അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള നൃത്ത നാടക സംഗീത ശില്പത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ലഹരി ഇന്ന് നമ്മുടെ നാട്ടിലും വ്യാപിച്ചിരിക്കുകയാണെന്നും അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും മേയർ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ പ്രിൻസിപ്പൽ KR സ്മിത അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് KP ബിന്ദു, VHSE പ്രിൻസിപ്പൽ അനിത, ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപിക KV സരള, പ്രകാശ് ബാബു, വരദരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ സഞ്ചരിക്കുന്നവരത് ഇതാണ് പത്രത്തിൽ കൂടി പല ഇതിന് അടിമയായുള്ള ആദ്യമായി തന്നെ അതിനെ ക്രമീകരിക്കുന്നതിന് 18 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് നമ്മളത് പ്രസ്ഥാനിച്ചിട്ടുള്ളത്. പെട്രോൾ പമ്പ് ജീവനക്കാരിൽ നിന്നും ഡോക്ടർ എന്ന സ്വപ്നം എത്തിപ്പിടിച്ച് രാംകുമാർ. കടാമ്പുള്ളി വീട്ടിലെ അനിൽകുമാറിന്റെയും ചന്ദ്രികയുടെ മകൻ രാംകുമാർ MBBS എന്ന സ്വപ്നം നേടാനുള്ള ഒരുക്കത്തിലാണ്. കോവിഡ് സമയത്ത് പിതാവിന്റെ പപ്പട കച്ചവടം നഷ്ടത്തിലായപ്പോൾ ഡോക്ടർ എന്ന സ്വപ്നമൊക്കെ മാറ്റിവെച്ച റാം എങ്ങനെയെങ്കിലും കടം തീർക്കാനുള്ള നെട്ടോട്ടത്തിലായി. ഏറെ ശ്രമത്തിനിടെ ഗൾഫിൽ മെഡിക്കൽ ഷോപ്പിൽ ബില്ലടിക്കാനും മറ്റും ഒരു ജോലി ഏകദേശം തരപ്പെട്ടു. പോകുന്നതിനു മുൻപേ രാംകുമാർ തന്റെ അധ്യാപിക സ്റ്റീജ ടീച്ചറെ കാണാനായി പോയി. കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം ടീച്ചർ ചോദിച്ച ചോദ്യം ഡോക്ടർ ആവണമെന്ന തന്റെ ആഗ്രഹം വീണ്ടും അവനെ പൊടിതട്ടിയെടുക്കാൻ പ്രേരിപ്പിച്ചു. സാമ്പത്തികമായി സഹായിക്കാമെന്ന ടീച്ചർ പിന്തുണ നൽകി. അച്ഛനും കൂടെ കൂടി. സുഹൃത്തിന്റെ നിർദ്ദേശാനുസരണം ഡോപ്പ നീറ്റ് കോച്ചിങ്ങിന് ചേർന്നതോടെ റാമിന്റെ പഠനം ട്രാക്കിലായി. എന്നാൽ പ്രതിബന്ധങ്ങൾ അവിടെയും തീർന്നില്ല. അച്ഛന്റെ പെട്ടെന്നുള്ള മരണം റാമിനെ വീണ്ടും തളർത്തി. കുടുംബത്തിലെ ഏക വരുമാനം നിലച്ചതോടെ പഠനം അവസാനിപ്പിച്ച ജോലിക്ക് പോകാൻ അവൻ തീരുമാനിച്ചുവെങ്കിലും സ്റ്റീജ ടീച്ചറുടെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൻ വീണ്ടും പഠനം തുടർന്നു. അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ അധ്യാപകരും മെന്റേഴ്സും ഡയറക്ടർമാരും എല്ലാ പിന്തുണകളും നൽകി കൂടെ നിന്നു. ഡോക്ടറാകുകയെന്ന അച്ഛന്റെയും അമ്മയുടെയും തന്റെയും സ്വപ്നത്തിന്റെ വക്കിലാണ് റാം ഇപ്പോൾ. TCV ന്യൂസ്, കുന്നംകുളം. ചെറുകാടിന്റെ നാടകങ്ങൾ സമഗ്ര പഠനം എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ചെറുകാടിന്റെ മകൾ CP ചിത്ര പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിഷ, KC നാരായണൻ, ഗ്രന്ഥകാരി ഡോക്ടർ KK മേരിക്കുഞ്ഞ്, സിസ്റ്റർ സാന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു.
മാഷെ ഈ പുസ്തക പ്രകാശനത്തിനായി ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ചെറുതാടിന്റെ നാടകം. മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്നുവരുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം പ്രചരണം നടത്തുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളം വലിയ തോട് വൃത്തിയാക്കിയപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ടൺ കണക്കിന് അജൈവ മാലിന്യമാണ് നീക്കം ചെയ്തത്. 19 കിലോമീറ്റർ നീളമുള്ള തോടിന്റെ 15 കിലോമീറ്ററോളം 3 ഘട്ടങ്ങളായി നവീകരിച്ചു. 3ാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി മന്ദരംപിള്ളി ചാഴിക്കാട് വരെയുള്ള ഭാഗമാണ് ഏറ്റവും ഒടുവിൽ വൃത്തിയാക്കിയത്. ഈ ഭാഗങ്ങളിലെ തോട്ടിൽ നിന്ന് മാത്രമായി 30 ടൺ അജൈവ മാലിന്യം നീക്കം ചെയ്തു. ഇങ്ങനെ നീക്കം ചെയ്ത മാലിന്യത്തിൽ ചെളിയും വെള്ളവും കൂടിക്കലർന്നിട്ടുള്ളതിനാൽ MCFകളിൽ സംഭരിക്കാനായില്ല. അതിനാൽ 3 മുറിയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വിജനമായ പറമ്പിൽ താൽക്കാലികമായി സൂക്ഷിക്കുകയും ഇതിൽ 20 ടൺ ക്ലീൻ കേരള പദ്ധതിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. 2023 മുതൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളൊരു തീരുമാനമായിരുന്നു നമ്മുടെ വലിയ തോടിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ 19 കിലോമീറ്റർ ആണ് വലിയ തോടിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 15 കിലോമീറ്റർ 3 റീച്ചായിട്ടാണ് നമ്മളിപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് റീച്ച് നമ്മുടെ മന്ദിരപ്പള്ളി ചാഴിക്കാട് വരെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വലിയ തോട് വൃത്തിയാക്കിയതിന്റെ ഭാഗമായിട്ട് ടൺ കണക്കിന് മാലിന്യങ്ങളാണ് നമുക്ക് അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 30 ടൺ മാലിന്യമാണ് ലാസ്റ്റ് റീച്ച് ക്ലീൻ ആക്കിയപ്പോൾ നമുക്ക് ലഭ്യമായത്. മഴ ശക്തമായതിനെ തുടർന്ന് ബാക്കി വന്ന 10 ടൺ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് സ്വാഭാവികമായ കാലതാമസം നേരിട്ടു. തിങ്കളാഴ്ച ഉച്ചയോടെ ഈ 10 ടൺ മാലിന്യം പൂർണ്ണമായും ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പറഞ്ഞു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ചിലർ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തുകയും വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതായി പ്രസിഡന്റ് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ലഭിച്ച 30 ടണ്ണില് നമ്മൾ 20 ടൺ മാലിന്യം നമ്മൾ കയറ്റി അയച്ചു. ബാക്കിയുള്ള 10 ടൺ മാലിന്യമാണ് നമുക്ക് ശക്തമായ മഴയെ തുടർന്ന് വണ്ടി എത്തുന്നതിൽ ഒരു താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് വീടുകളിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്ന് സെഗ്രിഗേറ്റ് ചെയ്യാതെ നേരെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു മാലിന്യമാണ് എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നവകേരളം ഒഴുകുന്ന അല്ലെങ്കിൽ തെളിനീരൊഴുകുന്ന നവകേരളം എന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജലാശയങ്ങളെ കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. TCV ന്യൂസ് കൊടകര. പഴഞ്ഞി അരുവായിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ അരുവായി സ്വദേശി ഏറത്ത മണികണ്ഠനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ മണികണ്ഠനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത വാണിയംപാറയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. എറണാകുളത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ഹൈവേ എമർജൻസി ടീമിന്റെ ക്രെയിൻ എത്തിച്ച് കാർ ഉയർത്തി. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. നടൻ മോഹൻലാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം നടത്തി. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ താരത്തെ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർ ലെജുമോൾ എന്നിവർ സ്വീകരിച്ചു. സുഹൃത്തുക്കളും മലേഷ്യൻ വ്യവസായികളുമായ സനിൽകുമാർ, രാമൻ നായർ എന്നിവരും മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു. കൂർക്കഞ്ചേരി സോമിൽ റോഡ് മിഠായി ഗേറ്റിന് സമീപം ട്രെയിനിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. വടൂകര സ്വദേശി നടില വീട്ടിൽ 52 വയസ്സുള്ള ദിനേഷ് കുമാറാണ് മരിച്ചത്. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ആണ് തട്ടിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ തണൽ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. കോട്ടപ്പുറം ചേരമാൻ പറമ്പിന് സമീപത്തെ ബദാം മരത്തിന്റെ കൊമ്പാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോളിന്റെ നേതൃത്വത്തിൽ മരത്തിന്റെ കൊമ്പ് വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ ചാലക്കുളത്ത് ട്രാവലർ തോട്ടിലേക്ക് മറിഞ്ഞു. അമിത വേഗതയിൽ വന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് മാണിമക്കത്തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ട്രാവലർ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുത്തു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണം ഗ്രാമിന് 9,230 രൂപ, പവന് 73,840 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,396 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മിന്നും ജയം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 19,760 വോട്ട് നേടി കരുത്ത് തെളിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. ജനങ്ങളെ ദുരിതത്തിലാക്കി കൊടകര വെള്ളിക്കുളങ്ങര റോഡ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ് പരിപാലിക്കുന്നതിൽ അധികൃതർ നിരന്തരം വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം. പാർലക്കാട് പട്ടിച്ചിറക്കാവ് ക്ഷേത്രക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. തെക്കുംകര സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ യുവാവിനെ കാണാതായി. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. അന്തിക്കാട് പഞ്ചായത്തിലെ 5-6 വാർഡുകളിലെ വെള്ളക്കെട്ടിന് ശമനമായില്ല. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.